H1B വിസ എന്നത് പല വിദഗ്ധരായ വിദേശികൾക്കും അമേരിക്കൻ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു വഴിയാണ്. ഇത് അമേരിക്കയിൽ ജോലി ചെയ്യാനും സാമ്പത്തിക സുരക്ഷിതത്വം നേടാനും മികച്ച കരിയർ വളർച്ച നേടാനും സഹായിക്കുന്നു. ആപ്പിൾ, ആമസോൺ, ഗൂഗിൾ, മെറ്റ തുടങ്ങിയ വലിയ ടെക് കമ്പനികൾ ഓരോ വർഷവും ആയിരക്കണക്കിന് H1B വിസകൾ നേടുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കഴിവുള്ളവരെ ആകർഷിക്കാനാണ്. ഈ വിസ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ചില രീതികൾ വിസ ഉടമകളെ അപകടത്തിലാക്കുന്നുമുണ്ട്. അവരുടെ ജോലിയും കുടുംബപരമായ കാര്യങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ഒരു തൊഴിലുടമയെ ആശ്രയിച്ചിരിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ വിസ ഉടമകളുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായി തോന്നുമെങ്കിലും ഇതിന് ചില വലിയ പോരായ്മകളുണ്ട്. എന്താണ് ഈ H1B വിസ എന്ന് നോക്കാം. H1B വിസ എന്നാൽ അമേരിക്കയിൽ താൽക്കാലികമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു വിസയാണ്. പ്രത്യേക വിഷയങ്ങളിൽ ബിരുദമോ അതിൽ കൂടുതലോ യോഗ്യതയുള്ള ആളുകൾക്ക് ഈ വിസ ലഭിക്കും. തൊഴിലുടമയാണ് ഈ വിസയ്ക്ക് സ്പോൺസർ ചെയ്യുന്നത്. തുടക്കത്തിൽ 3 വർഷത്തേക്കാണ് വിസ അനുവദിക്കുക. പിന്നീട് ഇത് 6 വർഷം വരെ നീട്ടാം. H1B വിസയുള്ളവർക്ക് സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാനും സാധിക്കും. സാധാരണയായി ടെക്നോളജി, എഞ്ചിനീയറിംഗ്, സയൻസ്, ബിസിനസ് തുടങ്ങിയ മേഖലകളിലാണ് ഈ വിസ ഉപയോഗിക്കുന്നത്. ഈ വിസയുള്ളവർക്ക് അതാത് മേഖലയിലെ ശമ്പളം ഉറപ്പാക്കാം. USCIS പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് 2025 ഏകദേശം 4,42,000 H1B വിസ ഉടമകൾ അമേരിക്കയിലുണ്ട്. H1B വിസ ഉടമയുടെ ജീവിതം എങ്ങനെ ദുസ്സഹമാകുന്നു എന്ന് പറയാം. H1B വിസയിൽ വിസ സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമയ്ക്ക് വിസയിൽ പൂർണ്ണ അധികാരമുണ്ട്. വിദേശ തൊഴിലാളിയുടെ നിയമപരമായ കാര്യങ്ങളെല്ലാം തൊഴിലുടമയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഈ ആശ്രയത്വം കാരണം വിസ ഉടമയ്ക്ക് അവരുടെ വിസയുടെ കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ തൊഴിലുടമയുടെ സഹായം ആവശ്യമാണ്. പുതിയൊരു കമ്പനിയിൽ ജോലിക്ക് പ്രവേശിക്കാൻ പോർട്ടബിലിറ്റി റൂൾ അനുവദിക്കുന്നുണ്ട്. അതായത് പുതിയ തൊഴിലുടമ USCISൽ അപേക്ഷ സമർപ്പിച്ചാൽ ഉടൻ തന്നെ പുതിയ കമ്പനിയിൽ ജോലിക്ക് പ്രവേശിക്കാം. പക്ഷേ ഇതിലും നിയമപരമായ നൂലാമാലകളും പേപ്പർ വർക്കുകളുമുണ്ട്. ഗൂഗിളിലെ സ്റ്റാഫ് എഞ്ചിനീയറായ പുഷ്കർ സിംഗ് ബിസിനസ് ഇൻസൈഡറിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ നികുതി അടച്ചു, കഠിനാധ്വാനം ചെയ്തു, പക്ഷേ ജോലി നഷ്ടപ്പെട്ടാൽ 60 ദിവസത്തിനുള്ളിൽ മറ്റൊരു ജോലി കണ്ടെത്തണം, അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകേണ്ടി വരും. ഈ സമയപരിധി പലപ്പോഴും ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നു എന്നാണ്. H1B വിസ ഉടമകൾക്ക് വിസ നഷ്ടപ്പെടുമോ എന്നും അമേരിക്ക വിട്ടുപോകേണ്ടി വരുമോ എന്നുമുള്ള പേടി കാരണം കുറഞ്ഞ ശമ്പളത്തിലും മോശം തൊഴിൽ സാഹചര്യങ്ങളിലും ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ഇത് ചൂഷണത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട്. 2022 ട്വിറ്റർ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയപ്പോൾ ഡപ്രിയ സീൽ എന്ന ജീവനക്കാരിക്ക് 60 ദിവസത്തിനുള്ളിൽ ഇൻറ്റ്യൂറ്റിലേക്ക് വിസ മാറാൻ കഴിഞ്ഞെങ്കിലും അവർ ബിസിനസ് ഇൻസൈഡറിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനൊരു മാസം കൊണ്ട് 50 കമ്പനികളിലേക്ക് അപേക്ഷിച്ചു. ചിലർക്ക് സ്പോൺസർ ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. വളരെയധികം സമ്മർദ്ദമുണ്ടായിരുന്നു എന്നാണ്. H1B വിസ ഉടമകൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതും വിസ സ്റ്റാമ്പിംഗ് എടുക്കുന്നതുമാണ്. കാരണം വിസ സ്റ്റാമ്പിംഗ് കിട്ടാതെ അവിടെ കുടുങ്ങിപ്പോകുമോ എന്ന പേടി കാരണം പലരും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ മടിക്കുന്നുണ്ടെന്നാണ് ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് ഗ്രീൻ കാർഡ് കിട്ടാനുള്ള കാലതാമസം വളരെ കൂടുതലാണെന്നുള്ളതും പലരെയും കുഴക്കുന്നുണ്ട്. കാനഡയിൽ നിന്നുള്ള സായ് ചില്ലിഗ റെഡ്ഡി ഇപ്പോൾ സിയാറ്റിലിൽ ആമസോണിൽ ജോലി ചെയ്യുന്നു. അവൾക്ക് പോലും ഈ സമ്മർദ്ദമുണ്ട്. എൻ്റെ ജോലിയാണ് എന്നെ US-ൽ നിലനിർത്തുന്നത്. എനിക്ക് ഗ്രീൻ കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് വെറും ഒരു ജോലി മാത്രമായേനെ. പലർക്കും വിസയുടെ നിയന്ത്രണങ്ങൾ കുടുംബജീവിതത്തെയും എവിടെ താമസിക്കണമെന്നതിനെയും വളരെ സ്വാധീനിക്കുന്നുണ്ട്. മറ്റൊരു H1B വിസ ഉടമയായ സുരഭി മാധൻ ഇപ്പോൾ ന്യൂയോർക്കിലെ ഗൂഗിളിൽ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. അവർ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഉടനെ ജോലിക്ക് കയറിയതാണ്. അവർ ബിസിനസ് ഇൻസൈഡറിനോട് പറഞ്ഞത് എൻ്റെ ജീവിതം ഇപ്പോഴും താൽക്കാലികമായി തോന്നുന്നു എന്നാണ്. വിസയുടെ നിയമങ്ങൾ തെറ്റിക്കുമോ എന്ന ഭയം കാരണം സുരഭിക്ക് വോളണ്ടിയർ ആവാനോ പ്രധാനപ്പെട്ട ജീവിത തീരുമാനങ്ങൾ എടുക്കാനോ പോലും സാധിക്കുന്നില്ല. H1B ഉടമകൾ അവരുടെ ജോലിയിൽ ഒതുങ്ങിക്കൂടാൻ നിർബന്ധിതരാകുന്നു. H1B വിസയുള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാനോ ഫ്രീലാൻസിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ പാർട്ട് ടൈമായി പഠിപ്പിക്കാനോ അനുവാദമില്ല. സുരഭിക്ക് ഒരു അധ്യാപികയാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് വീണ്ടും സ്റ്റുഡൻറ് വിസയിലേക്ക് മാറേണ്ടി വരും. ഇത് ഇപ്പോഴുള്ള സ്വാതന്ത്ര്യത്തെയും ശമ്പളത്തെയും ബാധിക്കും. ട്രംപിന്റെ ഭരണത്തിൽ H1B വിസയുടെ ഭാവി എന്താകുമെന്ന് നോക്കാം. ജൂലൈയിൽ നടന്ന AI ഉച്ചകോടിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വലിയ ടെക് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ നിയമിക്കുന്നത് കുറയ്ക്കണമെന്നും അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് H1B വിസകളെ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമായിരുന്നു. ട്രംപ് ടെക് കമ്പനികളുടെ ആഗോള ചിന്താഗതിയെ വിമർശിച്ചു. അമേരിക്കൻ കമ്പനികൾ വിദേശത്ത്, പ്രത്യേകിച്ച് ചൈനയിലും ഇന്ത്യയിലും കൂടുതൽ നിക്ഷേപം നടത്തുകയും അവിടെ കൂടുതൽ ജീവനക്കാരെ നിയമിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ട്രംപ് പറഞ്ഞത്, നമ്മുടെ പല വലിയ ടെക് കമ്പനികളും അമേരിക്കൻ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വളർന്നു. എന്നിട്ട് അവർ ചൈനയിൽ ഫാക്ടറികൾ പണിയുകയും ഇന്ത്യയിൽ ജീവനക്കാരെ നിയമിക്കുകയും അയർലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ ലാഭം ഒളിപ്പിക്കുകയും ചെയ്യുന്നു. അമേരിക്കക്കാരെ ഇവിടെ സ്വന്തം നാട്ടിൽ സെൻസർ ചെയ്യുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ ഈ രീതികൾ ഇല്ലാതാകും. AIയിൽ വിജയിക്കാൻ ഒരു പുതിയ രാജ്യസ്നേഹവും ദേശീയ വിശ്വസ്തതയും ആവശ്യമാണ്. അത് സിലിക്കൺ വാലി മാത്രമല്ല, എല്ലാ ടെക് കമ്പനികളിലും ഉണ്ടാകണം.
എന്നാണ് ട്രംപ് ആ ഉച്ചകോടിയിൽ പറഞ്ഞത്. ക്രഞ്ചിബേസിന്റെ കണക്കനുസരിച്ച് 2024 95,000-ത്തിലധികം US ആസ്ഥാനമായുള്ള ടെക് ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. 2025 ജൂലൈയിൽ മാത്രം 4,500 പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. മെറ്റ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഗൂഗിൾ, സെയിൽസ്ഫോഴ്സ്, ഇന്റൽ, ഒറാക്കിൾ തുടങ്ങിയ വലിയ കമ്പനികൾ ഇത് ഉൾപ്പെടുന്നു. ഇതൊരു സാധാരണ ചെലവ് ചുരുക്കൽ മാത്രമല്ല, ടെക് ലോകത്ത് സംഭവിക്കുന്ന ഒരു വലിയ മാറ്റമാണ്. ചെറിയ ടീമുകളും AI ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളും വ്യാപകമാവുകയാണ്. ടെക് കമ്പനികൾ AIക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് H-1B വിസയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടാൻ കാരണമായേക്കും. ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2022 മുതൽ ഏകദേശം 80,000 ഇന്ത്യൻ തൊഴിലാളികൾക്ക് H-1B, L-1 വിസകൾ നഷ്ടപ്പെട്ടു. പലർക്കും പുതിയ ജോലി കണ്ടെത്താനോ രാജ്യം വിട്ടു പോകാനോ വെറും 60 ദിവസമാണ് ലഭിച്ചത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് വളരെ കുറഞ്ഞ ഓപ്ഷനാണ്. OPT പ്രോഗ്രാമുകൾക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. USCIS ഡയറക്ടർ ജോസഫ് ബി എഡ്ലോ F-1 വിസയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞാൽ ജോലി ചെയ്യാനുള്ള അനുമതി നിർത്തലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ആയിരക്കണക്കിന് ഇന്ത്യൻ സ്റ്റീം ബിരുദധാരികൾക്ക് H-1B വിസ ലഭിക്കാനുള്ള അവസരം ഇല്ലാതാക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.